അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് SPCയുടെ അക്വ pH ബൂസ്റ്റർ. നമുക്കറിയാം, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കിണറുകളുള്ളത് കേരളത്തിലാണ്. അറിയാമോ? നമുക്ക് രജിസ്റ്റർ ചെയ്തത് തന്നെ ഒരു 50 ലക്ഷമുണ്ട്. എന്നാൽ രജിസ്റ്റർ ചെയ്യാത്ത ഏതാണ്ട് 20 ലക്ഷത്തോളം, ഏതാണ്ട് 70 ലക്ഷത്തോളം കിണറുകൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. പക്ഷേ എല്ലാ കിണറ്റിലെയും നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ pH ശരിക്കും പറഞ്ഞാൽ 5ഉം 5ൽ താഴെയാണ്. അപ്പോൾ pH എന്താണ് എന്നൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, അത് ജസ്റ്റ് ഒരു സ്കെയിലാണ്. ആ സ്കെയിലിൽ 0 മുതൽ 14 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 0 തൊട്ട് 7 വരെ അത് അസിഡിക് ആണ്. 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. പിന്നെ 7 തൊട്ട് നമുക്ക് 14 വരെ ബേസ് അഥവാ ക്ഷാരമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നമുക്ക് ഏറ്റവും വേണ്ടത് നമുക്ക് ന്യൂട്രൽ നിലയാണ്. ന്യൂട്രൽ നില എന്ന് പറഞ്ഞാൽ 7 ആണ്. നമ്മൾ 7ലേക്ക് കൊണ്ടുവരും. അതായത് നല്ല രീതിയിൽ ഒരു മണ്ണിൽ ചെടി വളരണമെങ്കിൽ മണ്ണിൻ്റെ pH 7 ആയിരിക്കണം. മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ pH 7.35നും 7.45നും ഇടയ്ക്കാണ്. അതിൽ നിന്ന് നമ്മൾ മാറിയാൽ നമ്മൾ ശരിക്കും കുഴഞ്ഞു വീണ് മരിക്കും. പക്ഷേ അത് മാറിയില്ല. കാരണം നമ്മുടെ ബോഡിയിലെ രക്തം ഒരു ബഫർ സൊല്യൂഷനാണ്. ബഫർ സൊല്യൂഷൻ മീൻസ് അത് 7ൽ തന്നെ നിലനിർത്തും. അതിനു വേണ്ടി എല്ലിൽ നിന്നും പല്ലിൽ നിന്നും കാൽസ്യത്തെ വലിച്ചെടുത്ത് അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ക്യാവിറ്റിയും അതോടൊപ്പം തന്നെ മുട്ടുവേദന അതുപോലെയൊക്കെ വരുന്നത്. അതായത് കാൽസ്യത്തിനെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് എടുത്തിട്ട് pH 7ൽ തന്നെ നിലനിർത്താനായിട്ട് ബ്ലഡിൻ്റെ pH 7ൽ തന്നെ നിർത്താൻ ബോഡി തന്നെ അത് ചെയ്യും. അതുപോലെ തന്നെയാണ് വെള്ളത്തിൻ്റെ pH. വെള്ളത്തിൽ നല്ല രീതിയിൽ മത്സ്യം വളരാനായിട്ട് നമുക്കറിയാം, മത്സ്യ കർഷകർ എപ്പോഴും വലിയ മഴ പെയ്യുമ്പോൾ വേഗം തന്നെ പെട്ടെന്നൊരു ഇതിനു വേണ്ടി കുമ്മായം വാരി അങ്ങ് വിതറും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴവെള്ളത്തിൻ്റെ pH 5.5 ആണ്. അപ്പം നമ്മൾ കുറേ മഴവെള്ളം വീഴുമ്പോൾ നമ്മൾ ഈ കൃഷിക്കാരുടെ മത്സ്യ കർഷകരുടെ വെള്ളത്തിൻ്റെ pH കുറയും. അപ്പോൾ പെട്ടെന്ന് കൂടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അവർ പെട്ടെന്ന് അങ്ങ് വാരി pH എപ്പോഴും 7ൽ നിലനിർത്തും. പക്ഷെ നമ്മൾ ഈ കുമ്മായം ഉപയോഗിക്കുന്നത് കൊണ്ട് എന്താണ് വ്യത്യാസവും ഈ നമ്മളുടെ അക്വ pH ബൂസ്റ്റർ ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമുക്കറിയാം, കുമ്മായം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് കയറാൻ വേണ്ടി, അതൊരു സഡൻ എഫക്റ്റിന് വേണ്ടി അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യൂല. എന്നാൽ നമ്മുടെ അക്വ pH ബൂസ്റ്റർ ഉപയോഗിച്ചാൽ അത് ഗ്രാജുവലായിട്ട് വെള്ളത്തിൻ്റെ pH ഇപ്പം ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് 5ൽ താഴെയൊക്കെയാണ്. അപ്പോൾ 5ൽ നിന്ന് 5.5, 6, 7ൽ വന്നിട്ട് 7ൽ വരുമ്പോൾ ആ pHൻ്റെ അവിടെ റിയാക്ഷൻ നിൽക്കും. എന്നിട്ടത് 7ൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. എപ്പോഴാണോ വെള്ളത്തിൻ്റെ pH കുറയുന്നത് അപ്പോൾ വീണ്ടും നമ്മൾ അതിനകത്ത് ഓൾറെഡി കിടക്കുന്ന നമ്മളുടെ അക്വ pH ബൂസ്റ്ററുമായിട്ട് റിയാക്ഷൻ നടത്ത് 7ൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് നമ്മുടെ അക്വ pH ബൂസ്റ്റർ കൊണ്ടുള്ള ഏറ്റവും പ്രധാന ഗുണം. നമ്മൾ കുമ്മായം ഉപയോഗിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് കയറി, ശരിക്കും പറഞ്ഞാൽ കുമ്മായം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് 7ആണ്. ഇത് ശരിക്കും 5ഉള്ളതിന് 5ൽ നിന്ന് 6 ആവും, 6ൽ നിന്ന് 7 ആവും, 7ൽ നിന്ന് 8 ആവും, 8ൽ നിന്ന് 9 ആവും. അങ്ങനെ കയറി പോയി ഒരു ലിമിറ്റിൽ ചെന്നിട്ട് അത് പിന്നെ താന്ന് എത്രയിലായിരുന്നോ അത്രയിൽ തന്നെ വന്ന് വീഴും. ഏറ്റവും രണ്ടാമത്, നമ്മൾ കുമ്മായം പെട്ടെന്ന് ഉപയോഗിക്കുമ്പോൾ വേറെ പല പ്രശ്നങ്ങളുള്ളത്. ഈ ഒരു ലിമിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിനകത്തുള്ള മത്സ്യമൊക്കെ ചത്തുപോകും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അക്വ pH ബൂസ്റ്റർ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ശരിക്കും രാജസ്ഥാനിൽ നിന്നും മറ്റുള്ള ഒരു പ്രത്യേകതരം പാറ പൊടിച്ച്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അത് ശരിക്കും നമുക്ക് ഈ അയഡൈസ്ഡ് സോൾട്ട് പോലെ, നല്ല പഞ്ചസാര പോലെ നല്ല വെള്ള കുഞ്ഞു പൊടിയായിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ വെള്ളത്തിൻ്റെ pH പയ്യെ ഗ്രാജുവലായിട്ട് കൂടി 7 ആകും. നമുക്കിത് ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാം. ഇതിനകത്ത് ഒരു കെമിക്കലും ഇല്ല. ഒള്ളി അതിനകത്തുള്ളത് കാൽസ്യം കാർബണേറ്റും മഗ്നീഷ്യവും സിലിക്കയുമാണ്. അപ്പം കാൽസ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ ബോഡിയിൽ വേണ്ടത് തന്നെയാണ്.
അതോടൊപ്പം തന്നെ സിലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിനുമൊക്കെ എപ്പോഴും വേണ്ടതാണ്. പിന്നെയുള്ളത് മഗ്നീഷ്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ ആളുകളെല്ലാം മഗ്നീഷ്യം ടാബ്ലറ്റ് തന്നെ ഉപയോഗിക്കും. നമ്മുടെ ബോഡിയിൽ ഏറ്റവും വേണ്ട ഒന്ന് തന്നെയാണ്. നമുക്ക് ഇത് മഗ്നീഷ്യം ശരിക്കും നാച്ചുറലായിട്ട് കിട്ടുന്നത് നമ്മളുടെ ഇഞ്ചിയിൽ നിന്നൊക്കെയാണ്. അപ്പം ഇത് 3 മാത്രം അടങ്ങിയ ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് SPCയുടെ അക്വ PH ബൂസ്റ്റർ. ശരിക്കും ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇതിട്ടിട്ട് കുടിച്ചു കാണിക്കുന്നതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടു. അതായത് അത്ര സേഫാണ്. WHO FSSAIയുടെ സർട്ടിഫിക്കറ്റ് നമുക്കുണ്ട്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് നമുക്കുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സേഫായിട്ട് കുടിക്കാനുള്ള വെള്ളത്തിലും നമുക്ക് ഉപയോഗിക്കാനാവുന്നതാണ്. പണ്ടൊക്കെ നമുക്കറിയാം, നമ്മളുടെ വീടുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വീട് അതിന് ചുറ്റും പറമ്പ്, അത് കേരളത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. അതിന് ചുറ്റും കുറേ പറമ്പ്, അതിൻ്റെ മൂലയിൽ ഒരു വീട്, അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്നിപ്പം അതൊക്കെ മാറി, ഇപ്പോൾ ടൗണായിട്ട് വരുന്ന അടുത്തടുത്ത് വീട്. പക്ഷേ പലപ്പോഴും പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളുടെ വീട്ടിലെ കിണറുകളും അതോടൊപ്പം തന്നെ സെപ്റ്റിക് ടാങ്കും അടുത്ത് വരാൻ പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 15 മീറ്റർ ദൂരം വേണം എന്നാണ് റൂള്. എന്നാൽ ഇന്നത്തെ കാലത്ത് പലപ്പോഴും അത് സാധ്യമല്ല. കാരണം എല്ലാവരും ചെറിയ ചെറിയ വീടുകളൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട്. പക്ഷേ 7 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൽസറി ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് നിർദ്ദേശിച്ചതിന് അതിൽ കുറയാൻ പാടില്ലെന്ന്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം സെപ്റ്റിക് ടാങ്കുകളിലുള്ള പലതരത്തിലുള്ള ബാക്ടീരിയകൾ, ഏറ്റവും പ്രധാനമായിട്ടുള്ള കോളിഫോം എന്നുള്ള ഏറ്റവും മനുഷ്യൻ്റെ വിസർജ്യത്തിൽ നിന്ന് വരുന്നതാണ്. അതുപോലെയുള്ള ബാക്ടീരിയകൾ നമ്മളുടെ വെള്ളത്തിലേക്ക് വരികയും pH കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വെള്ളത്തിൻ്റെ pH 5 ഒക്കെയാണ്. അപ്പോൾ 5 ആയിട്ടുള്ള ഒരു വെള്ളത്തിലേക്കാണ് ഈ ബാക്ടീരിയകൾ വരുന്നതെങ്കിൽ ഷുവറായിട്ട് അതവിടെ നല്ല രീതിയിൽ പെരുകുകയും അത് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ pH 7 എന്ന ഒരു pHലുള്ള വെള്ളമാണെങ്കിൽ ഏറ്റവും പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ വളരുന്ന ബാക്ടീരിയയോ ഫംഗസോ ഒരു സൂക്ഷ്മജീവിയും തന്നെ നമുക്ക് ഉപദ്രവകാരികളായിരിക്കത്തില്ല. അതായത് ഉപകാരം ഉള്ളതായിരിക്കും. എന്നാൽ pH കുറഞ്ഞ 5 ഉള്ളതിലൊക്കെ വളരുന്ന ഫംഗസ്, ബാക്ടീരിയ, വൈറസ് ഇവയെല്ലാം തന്നെ മനുഷ്യനും മൃഗങ്ങൾക്കും വെള്ളത്തിനും അതോടൊപ്പം തന്നെ സസ്യങ്ങൾക്കും എല്ലാം ദൂഷ്യമായിട്ടുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ pH ബാലൻസ് ചെയ്യേണ്ട ഒരു കാര്യം. രണ്ടാമത്, നമുക്കറിയാം ഏത് സബ്സ്റ്റൻസും നമുക്ക് ആസിഡ് ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് അതിനകത്ത് ഡിസോൾവ് ആവും. നമുക്കറിയാം, ഒരു സൾഫ്യൂരിക് ആസിഡിനകത്തിൽ ഏതെങ്കിലും ഒരു ആസിഡിലേക്ക് നമ്മളൊരു സബ്സ്റ്റൻസ് ഇടുമ്പോൾ അത് പെട്ടെന്ന് അത് ഡിസോൾവ് ആവും. അതുപോലെ തന്നെയാണ് അസിഡിക് നേച്ചറുള്ള ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഹെവി മെറ്റൽസ് ഒക്കെ വീഴുമ്പോൾ അത് അതിനകത്ത് ഡിസോൾവ് ആയിട്ട് ആ വെള്ളത്തിൽ തന്നെ എന്തായിരിക്കും, അത് നമുക്ക് കാണാൻ തന്നെ ഇങ്ങനെ കലങ്ങിക്കിടക്കും. എന്നാൽ pH നമുക്ക് കുറഞ്ഞതിൽ നിന്ന് കൂടി 7ലേക്ക് ആക്കുവാണെങ്കിൽ, അതായത് ന്യൂട്രൽ ആക്കുവാണെങ്കിൽ എന്താ ഗുണം? ആ കലക്കലുണ്ടാവില്ല, അതെല്ലാം വെള്ളത്തിൻ്റെ അടിയിലേക്ക് അടിഞ്ഞ് അവിടെ കിടക്കും, അതിനകത്തേക്ക് കലങ്ങി കിടക്കും. അതാണ് പലപ്പോഴും ഈ ഹെവി മെറ്റൽസ് കൊണ്ട് എന്താ ദൂഷ്യം എന്നൊന്നും പലർക്കും അതിനെക്കുറിച്ചുള്ള ധാരണ ഇല്ലെന്നുള്ളതാണ് സത്യം. പല ഹെവി മെറ്റൽസും നമ്മുടെ ബോഡിയുടെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനൊക്കെ ഒരുപാട് ദൂഷ്യം ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു ഹെവി മെറ്റലാണ് ലെഡ്. ഓക്കെ, അപ്പോൾ ഈ ലെഡ് നമ്മുടെ വെള്ളത്തിൽ കലങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരു അക്രമ ആസക്തി, അതായത് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു തോന്നലുണ്ടാവുന്നതാണ്. അതുപോലെ പല ഹെവി മെറ്റൽസും ഒരുപാട് നമുക്ക് കിഡ്നിക്കുള്ള പ്രശ്നങ്ങൾ വരാം, ക്യാൻസർ വരെ വരാനുള്ള കാരണങ്ങളാണ്. അതുകൊണ്ട് ഈ ഹെവി മെറ്റൽസ് നമ്മളുടെ ബോഡിയിൽ കയറുന്നത് തടയണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. നമുക്കറിയാം, ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒന്ന് തന്നെയാണ് നമുക്ക് വെള്ളം. മനുഷ്യ ശരീരത്തിൻ്റെ 70% വെള്ളമാണ്. നമുക്ക് വരുന്ന ഒരു 90% രോഗങ്ങളുടെയും കാരണം ഈ വെള്ളമാണെന്നുള്ളതാണ് അറിയുന്നത്. ഈ ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര മഞ്ഞപ്പിത്തമൊക്കെ അറിയാലോ, കോളറ, ഒത്തിരി രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ
വരുന്നുണ്ട്. ഇതെല്ലാം പ്രധാന കാരണം വെള്ളം ക്ലിയർ അല്ല. വെള്ളത്തിൻ്റെ pH ബാലൻസ് ചെയ്താൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഒഴിവാകും. കാരണം ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞ അവിടെ നമുക്ക് ഉപദ്രവകാരികളായ ഫംഗസ്, വൈറസ്, ബാക്ടീരിയ, സൂക്ഷ്മജീവികൾ അവയൊന്നും വളരാത്ത ഒരവസ്ഥ വരുന്നു എന്നുള്ളതാണ്. പിന്നെ വെള്ളത്തിന് ഒരു പ്രധാനമായിട്ടും 3 ഇഷ്യൂസാണ്. വെള്ളം പൊല്യൂട്ടഡ് ആകുന്ന തരം 3 തരം ഇഷ്യൂസാണ്. ഒന്ന് ഫിസിക്കൽ ഇഷ്യൂ, 2 കെമിക്കൽ ഇഷ്യൂ, മൂന്നാമത്തത് ബയോളജിക്കൽ ഇഷ്യൂ. എന്താണ് ഫിസിക്കൽ ഇഷ്യൂ? ഫിസിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് വെള്ളത്തിൻ്റെ കലക്കലാണ്, കണ്ടാമിനേഷൻ. അതായത് നമ്മൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കത്തില്ല, അതിനകത്ത് കലങ്ങിയിരിക്കുന്നു. അതാണ് ഫിസിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇഷ്യൂ. രണ്ടാമത് കെമിക്കൽ ഇഷ്യൂ. കെമിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് രസം ഇല്ലേ, രുചിയിലുള്ള വ്യത്യാസം. ചിലപ്പം വെള്ളം നമ്മൾ നോക്കുമ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും, പക്ഷേ അത് ഉപ്പ് രസമുള്ളതായിരിക്കും, അല്ലെങ്കിൽ അയേണിൻ്റെ ഒരു ചൊവ, അല്ലെങ്കിൽ വൃത്തികെട്ട ചീത്ത ചൊവ. അതാണ് കെമിക്കലായിട്ടുള്ള ഇഷ്യൂ. ഇനിയുണ്ട് ബയോളജിക്കൽ ഇഷ്യൂ. ബയോളജിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു തീർന്നതല്ല. അതായത് നമുക്ക് ഉപദ്രവകാരികളായ ഫംഗസ്, ബാക്ടീരിയ, വൈറസ് ഇവയെല്ലാം വെള്ളത്തിൽ വളരുകയും അത് നമുക്ക് ഉപദ്രവകാരിയാക്കുകയും ചെയ്യുന്ന അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ബയോളജിക്കൽ ഇഷ്യൂ. അപ്പം ഇത് 3 നമുക്ക് ആണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഇതിനകത്ത് നമുക്ക് 2 ഇഷ്യൂസ് ആണ്. അതായത് ബയോളജിക്കൽ ഇഷ്യൂവും ഫിസിക്കൽ ഇഷ്യൂവും നമുക്ക് നമ്മളുടെ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. എന്നാൽ കെമിക്കൽ ഇഷ്യൂ നമുക്ക് അത് പറ്റൂല. കാരണം കെമിക്കൽ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതുപോലെ ഉപ്പുവെള്ളം, സോൾട്ട്, ആ ഉപ്പുവെള്ളത്തിനെ നമ്മുടെ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിച്ചാൽ ഒരിക്കലും അത് ഉപ്പ് രസം മാറില്ല. ഒത്തിരി പേര് എന്നും ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പറഞ്ഞു കൊടുക്കുക. ഉപ്പ് രസം മാറൂല കേട്ടോ. പക്ഷേ നമുക്ക് ഇതിനകത്ത് വരുന്ന ബാക്ടീരിയ, വൈറസ് അതുപോലെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനും അതോടൊപ്പം തന്നെ കലക്കൽ തെളിഞ്ഞു വരാനും അതോടൊപ്പം തന്നെ ഹെവി മെറ്റൽസ്, കലക്കൽ മാറുക എന്നുള്ള അത് ഹെവി മെറ്റൽസ് അടിയുക എന്നതാണ് കേട്ടോ അവിടെ നടക്കുന്നത്. അപ്പം അതിനും എല്ലാം നമുക്ക് SPCയുടെ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധ്യമാകുന്നു. ഇനിയിപ്പോൾ നമുക്കറിയാം, പലപ്പോഴും നമ്മൾ വെള്ളം ശുദ്ധീകരിക്കാനായിട്ട് എന്താ ഉപയോഗിക്കുന്നത്? ക്ലോറിൻ അല്ലേ, ക്ലോറിൻ ഉപയോഗിക്കും, ആലം ഉപയോഗിക്കും, അതോടൊപ്പം തന്നെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കും. ഇത് എല്ലാം തന്നെ നമ്മളുടെ ബോഡിക്ക് ഭയങ്കര ദൂഷ്യമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ആലം ഉപയോഗിക്കുന്നു എന്ന് ഓർത്തോ. ആലം വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നില്ല. അത് കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞിട്ട് അതിനകത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ബോഡിയിൽ കയറുമ്പോൾ നമുക്ക് ശരിക്കും ഏറ്റവും പ്രധാനം അൽഷിമേഴ്സ് പോലെയുള്ള പല രോഗങ്ങളും വരുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ലോറിൻ, ഞാൻ പറഞ്ഞല്ലോ, ക്ലോറിൻ ഇട്ട വെള്ളത്തിലേക്ക് ഏതെങ്കിലും ഒരു ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ചീഞ്ഞു പോവുക, അതല്ലെങ്കിൽ ഒരു ലീഫ്, ഒരു ഉണക്ക ഇല അത് ഇതിനകത്ത് വീഴുന്നു, അങ്ങനെ എന്തെങ്കിലും വീണ് അതിനകത്ത് ചീഞ്ഞ് അങ്ങനെ വരുവാണെങ്കിൽ ഒരു ഡ്രൈ ഹാലോ മീഥേൻ എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഗ്യാസ് മീൻസ് ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ഫോം ചെയ്യും. അത് നമ്മുടെ ബോഡിക്കും നമ്മളുടെ ശ്വസനത്തിനും എല്ലാം ഭയങ്കര ദോഷം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ SPCയുടെ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള നമ്മൾക്ക് പ്രശ്നവുമില്ല, വളരെ സേഫായിട്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ തന്നെയാണ് SPCയുടെ അക്വാ pH ബൂസ്റ്റർ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളത്തിൻ്റെ കലക്കലിൻ്റെ കാര്യം. അതോടൊപ്പം തന്നെ പറഞ്ഞ മറ്റൊന്നാണ് വെള്ളത്തിൽ വരുന്ന ഹെവി മെറ്റൽസിൻ്റെ കാര്യം. ഹെവി മെറ്റൽസിലെ ഒന്ന് ആണ് അയൺ, ഫെറസ്. അതായത് അയൺ തന്നെ 2 തരമുണ്ട്, ഫെറിക്കും ഫെറസും. ഫെറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പം വെള്ളത്തിന് കലക്കലുണ്ടാകും, പക്ഷേ ചൊവ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ ഫെറിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റലായിട്ടിരിക്കും, പക്ഷേ അതിന് വൃത്തികെട്ട ചൊവ അല്ലെങ്കിൽ
അതിന് ഒരു മണം ഒക്കെ ഉണ്ടാവും. അപ്പം ഇത് രണ്ടും അയേണിൻ്റെ തന്നെ വകഭേദങ്ങളാണ്. അത് രണ്ടും വെള്ളത്തിൽ വരുന്നത് കൊണ്ട് പ്രശ്നമാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളത്തിൻ്റെ pH കുറഞ്ഞ വെള്ളത്തിൽ ഇന്ന് വരുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ബാക്ടീരിയ ആണ്. അയൺ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം വെള്ളത്തിൽ നോക്കുമ്പോഴത്തേക്കും പലപ്പോഴും കാണാൻ പറ്റും, വെള്ളത്തിൻ്റെ മുകളിൽ ഒരു പാട, റെഡ് കളറിലെ പാട പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതായത് ഇങ്ങനെ, മനസ്സിലായോ? അതായത് നമ്മൾ അതിനകത്ത് ഒരു ഓയിൽ കിടക്കുന്ന പോലെ അല്ലേ, വിബ്ജിയോർ പോലെ നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങളത് ചിലപ്പോൾ വെള്ളത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ കാണും. അത് എന്താന്ന് പറഞ്ഞാൽ അയൺ ബാക്ടീരിയ. ഈ അയൺ ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ബാക്ടീരിയ pH കുറഞ്ഞ വെള്ളത്തിൽ വളരുകയും ആ വളർന്ന ബാക്ടീരിയകൾ ഈ അയേണിനെ, അതിനകത്തുള്ള അയണിനെ ഭക്ഷിക്കുകയും ഭക്ഷിച്ച ശേഷം അതൊരു സ്രവം വിസർജിക്കും. ഈ സ്രവം വിസർജിക്കുന്നതാണ് ഈ പാട പോലെ ഇതിരിക്കുന്നത്. ഇതിങ്ങനെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ് കളറാകുകയും നമുക്ക് കൃഷിക്ക് പോലും അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇതെല്ലാം pH കുറഞ്ഞ വെള്ളത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ്. അടുത്തത് വേറൊന്നാണ് സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ബാക്ടീരിയ pH കുറഞ്ഞ വെള്ളത്തിൽ വരുന്നു. അതായത് സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ സൾഫറിനെ റെഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് റെഡ്യൂസ് ചെയ്തിട്ട് എന്താ ഹൈഡ്രജൻ സൾഫൈഡ് ആക്കി മാറ്റുന്നു. ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മൾ +2 പണ്ട് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ലബോറട്ടറിയിലൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്മെല്ല് വരും. എന്താ? റോട്ടൺ എഗ് സ്മെൽ കൺഫേം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ +2 സയൻസ് എടുത്തവർക്ക് ഓർമ്മ കാണും ഇതൊക്കെ. അപ്പം അതായത് ഒരു ഹൈഡ്രജൻ സൾഫൈഡ്, ചീഞ്ഞ മുട്ടയുടെ മണം വരുത്തുന്ന ഒന്നാണ് ഹൈഡ്രജൻ സൾഫൈഡ്. അപ്പം ഈ സൾഫർ റെഡ്യൂസിങ് ബാക്ടീരിയകൾ ഈ വെള്ളത്തിൽ പ്രവർത്തിക്കുകയും അവിടെ ചീഞ്ഞ ഒരു മണം വരുത്തുകയും വെള്ളം പൊല്യൂട്ടഡ് ആക്കുകയും. ഇതെല്ലാം എവിടെയാണ് വളരുന്നത്? pH കുറഞ്ഞ, അതായത് 5-ലും 4.5-ലും ഒക്കെ ഉള്ള വെള്ളത്തിൽ വളരുന്ന, അതായത് ഭൂഗർഭ ജലത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതുപോലത്തെ ബാക്ടീരിയകൾ വരുന്നത്. ഈ ബാക്ടീരിയകൾ ഇപ്പം നമ്മൾ ഈ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ പാത്രം കൊണ്ട് നമ്മൾ വേറെ ഒരു വെള്ളം കിണറ്റിലോ എന്തിലേലും കൊണ്ടിട്ടാലും അത് അവിടെയും വളരും. എങ്ങനെയുള്ളതാണെങ്കിൽ pH കുറഞ്ഞ, അതായത് 5-ലോ 4.5-ൽ 6-ലൊക്കെ ആണെങ്കിലും ഇത് വളരും. അപ്പോൾ ഇത് ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് ഇങ്ങനെയാണ് പെട്ടെന്ന് വളരും. മാത്രമല്ല നമുക്കറിയാം കേരളത്തിലെ മഴയുടെ കാര്യം. മഴ വരുമ്പോൾ എന്താവണം, ഈ ഓടയിലെ വെള്ളവും സെപ്റ്റിക് ടാങ്കിലെ വെള്ളവും എല്ലാം ഒരേ ലെവലിൽ വരും. അങ്ങനെ വന്നിട്ട് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഇത് ദൂരെ വെക്കണം. ഈ 7 മീറ്ററിലും ദൂരം സെപ്റ്റിക് ടാങ്കിലുള്ള വെള്ളം കലരുന്നതാണ് ഏറ്റവും പ്രശ്നം. ഈ കോളിഫോമിൻ്റെ ആ ഒരു ഷിജില്ല ഉണ്ട്, നോറോ, ഒരുപാട് വൈറസുകളുണ്ട്. ഇതെല്ലാം ഈ വെള്ളം പൊല്യൂട്ടഡ് ആക്കാനായിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അപ്പം ഞാൻ പറഞ്ഞത് വെള്ളത്തിൻ്റെ pH ബാലൻസ് ചെയ്യുകയും വെള്ളത്തിൻ്റെ ചീത്ത ഞാൻ പറഞ്ഞ ഉപ്പല്ല, ചൊവയുണ്ട്, അയേണിൻ്റെ ഒരു വൃത്തികെട്ട ചൊവ അല്ലെങ്കിൽ അഴുക്ക് ചൊവ, അതല്ലെങ്കിൽ ഒരു ചെളി ചൊവ, ഇതെല്ലാം മാറ്റാനായിട്ട് നമ്മുടെ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചില വെള്ളത്തിന് പുളിപ്പ് അനുഭവപ്പെടും. ഞാൻ പറഞ്ഞ ഉപ്പല്ല, പുളിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് ആയിട്ടുള്ള ഒരു ഒന്നാണ് പുളിപ്പ്. ആ പുളിപ്പ് അനുഭവപ്പെടുന്നത് നമുക്ക് ഇതുകൊണ്ട് മാറ്റാൻ പറ്റും. എന്തെങ്കിലും പറയുന്നുണ്ടോ? ദയവായിട്ട് മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള അയൺ പലപ്പോഴും നമ്മുടെ വെള്ളം പൊല്യൂട്ടഡ് ആയിട്ടിരിക്കുമ്പോൾ, അതായത് കളർ ചേഞ്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് അലർജി വരുന്നു, തലമുടി നിറയെ പൊഴിഞ്ഞു പോകുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, ഇപ്പം നമ്മളിപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ആ വെള്ളത്തിൽ പാല് ഒക്കെ ഇടുമ്പോൾ പാല് ചായയൊക്കെ പിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ വൈറ്റ് ഡ്രസ്സൊക്കെ അലക്കുമ്പോൾ അതിനൊക്കെ ഒരു കളർ ചേഞ്ച്.
അതായത് ഒരു ഇച്ചിരി ഡിമ്മായിട്ടിരിക്കും, പ്യുവർ വൈറ്റ് ആവാതെ ഡിമ്മായിട്ടിരിക്കുന്ന ഒരവസ്ഥ. അതോടൊപ്പം തന്നെ നമ്മുടെ ബാത്റൂമിലൊക്കെ ശ്രദ്ധിച്ചാൽ പലപ്പോഴും കാണാൻ പറ്റും, ടൈൽസിനൊക്കെ മുഴുവൻ കറ പിടിച്ച്. നമ്മൾ പലപ്പോഴും ഓർക്കും ഇത് അഴുക്കാണ്. അഴുക്കല്ല, ഈ ബാക്ടീരിയ, ഈ അയൺ ആണ്. ആ വെള്ളത്തിലുള്ള കൂടുതലായിട്ടുള്ള അയൺ അതിനകത്ത് വീണിട്ട് വരുന്നതാണ് ആ ടൈൽസിൻ്റെയൊക്കെ കളറ്. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ചൊറിച്ചിൽ, ഇറിറ്റേഷൻ, ഇതെല്ലാം ഈ വെള്ളം മോശമാകുന്നത് കൊണ്ട് വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളം നമുക്ക് അയണിൻ്റെ കണ്ടന്റ് BIS, അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് 0.3 ആണ് വേണ്ടത്. പക്ഷെ നമ്മളുടെ വെള്ളത്തിലൊക്കെ, അതായത് pH 5, അതായത് അസിഡിക് ആയിട്ടുള്ള വെള്ളത്തിലൊക്കെ പലപ്പോഴും ഇതിൻ്റെ അളവ് ഒരുപാട് വ്യത്യാസം ഉള്ളതായിട്ടാണ് കാണപ്പെടുന്നത്. ഇതെല്ലാം അതിന് പരിഹാരമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ വെള്ളം ശുദ്ധീകരിക്കുക, തികച്ചും നാച്ചുറലായിട്ട് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ pH-നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ pH ബാലൻസ്, അതായത് ആൽക്കലൈൻ വാട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലുലുവിലൊക്കെ ചെന്ന് ചോദിക്കുവാണെങ്കിൽ വെറും 1/2 ലിറ്ററിന് 90 രൂപ കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ കിണറിലെ വെള്ളം മുഴുവൻ ഇതേപോലെ ആൽക്കലൈൻ വാട്ടർ ആക്കി കിട്ടാനായിട്ട് വളരെ തുച്ഛമായ വില മാത്രം കൊടുത്ത് തികച്ചും നാച്ചുറലും സേഫുമായിട്ടുള്ള രീതിയിൽ നമുക്ക് വെള്ളത്തെ ശുദ്ധീകരിക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും വേണ്ട ഒന്നാണ് വെള്ളം, അല്ലേ? ഈ വെള്ളത്തെ ഇനിയിപ്പം പലപ്പോഴും ക്ലോറിൻ ഉള്ള വെള്ളമാണെങ്കിൽ പോലും അതിനകത്തും അക്വാ pH ബൂസ്റ്റർ ഉപയോഗിക്കാം. എന്താണ് ക്ലോറിനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ? ഒരിക്കലും pH ബാലൻസ് ആയിരിക്കത്തില്ല. ക്ലോറിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വെള്ളത്തിലുള്ള ഉപദ്രവകാരികളായതും ഉപകാരികളായതുമായ എല്ലാ ഫംഗസുകളെയും ബാക്ടീരിയയും സൂക്ഷ്മജീവികളെയും കൊല്ലുകയാണ് ചെയ്യുന്നത്. കൊന്നിട്ട് അത് അതിനകത്ത് തന്നെ കിടക്കും. മനസ്സിലായോ? ശരിക്കും അങ്ങനെയാണ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ വെള്ളത്തിലാണേലും എന്തിടാം? അക്വാ pH ബൂസ്റ്റർ ഇടുമ്പോൾ എന്താ ഗുണം? pH ബാലൻസ് ചെയ്ത് നമ്മൾക്ക് തന്നെ, നമ്മുടെ ബോഡിക്ക് തന്നെ ഏറ്റവും നല്ലതാണ് നമ്മൾ pH. നമുക്ക് ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാകുന്ന 90% രോഗങ്ങൾക്കും മൂലകാരണം pH കുറവെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ pH ആൽക്കലൈൻ വാട്ടർ കുടിക്കുന്നത് കൊണ്ടും ഗുണം. പിന്നെ നമുക്കറിയാം, ഇപ്പം മൃഗാദികൾക്ക്, പക്ഷികളിൽ, പക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച് ഇപ്പം നമ്മൾ വളർത്തുന്ന കോഴി, താറാവ്, കാട, അതുപോലെ അവയൊക്കെ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മുട്ട തോടുറയ്ക്കാതെ ഇടുന്നുണ്ടാവും, ഇല്ലേ? തോടുറയ്ക്കാൻ ഇങ്ങനെ സോഫ്റ്റ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതുപോലെയുള്ള കോഴിക്ക്, താറാവ്, അങ്ങനത്തേനൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അക്വാ pH ബൂസ്റ്റർ ഇട്ട വെള്ളം, അല്ലെങ്കിൽ വേറൊരു പാത്രം, അതിന് കൊടുക്കുന്ന പാത്രത്തിൽ കുറച്ച് അക്വാ pH ബൂസ്റ്റർ ഇട്ടിട്ട് അതെടുത്ത് കൊടുത്താലും വളരെ എഫക്റ്റീവാണ്. പെട്ടെന്ന് ആ തോട് നല്ല രീതിയിലായി വരും. അതോടൊപ്പം തന്നെ പശുക്കൾക്ക് ഒക്കെ നിങ്ങൾക്ക് അറിയാമോ എന്തോ, ഈ പ്രഗ്നൻസി ടൈമിൽ അതുങ്ങൾക്ക് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് അതൊക്കെ വീണ് പോകുന്ന ചില സാധ്യതകളുണ്ട്. അതിനെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതുപോലെയുള്ള നമ്മൾ അക്വാ pH ബൂസ്റ്റർ ഉപയോഗിച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അക്വാ pH ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ തികച്ചും നാച്ചുറലായിട്ട് വെള്ളം ശുദ്ധീകരിക്കുകയും വെള്ളത്തിൻ്റെ pH ബാലൻസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഏറ്റവും ഗുണപ്രദമായ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സാറേ, ആർക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാണ്ട് ചോദിക്കട്ടോ. സംശയങ്ങളും എല്ലാം ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. എന്തോ ആർക്കും സംശയങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലായിരുന്നു തോന്നുന്നു മാമിന്റെ ക്ലാസ്. ആരും ചോദിക്കുന്നില്ല. നാളെ മുതൽ അക്വാ pH വെക്കേണ്ടതാണ്. അതെ, വെള്ളത്തിന്റെ ഹാർഡ്നെസ്, അതായത് ടോട്ടൽ ഡിസോൾവിങ് സബ്സ്റ്റൻസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഹാർഡ് വാട്ടർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഈ ഹെവി മെറ്റൽസും അതിനകത്തുണ്ട്. അതിലെ എല്ലാ ഹെവി മെറ്റൽസും ഇതിൽ അടിയണം എന്നില്ല.
പക്ഷെ ചിലത് അടിയും, എന്നാൽ ചിലത് അടിയല്ല. അത് ഏതൊക്കെയാണ് അടിയുന്നത് ഏതൊക്കെയാണ് അടിയാത്തത് എന്ന് നമുക്ക് നമ്മളുടെ തന്നെ ഒരു ചെയ്ത് നോക്കിയാലേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഹാർഡ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അതിനകത്തുള്ള ഹാർഡ്നെസ് കുറയ്ക്കാൻ സാധിക്കും. ഇത് വീട്ടിൽ കുറെ ആൾക്കാർ ഇപ്പൊ മേലെ സിൻടെക്സ് ടാങ്കും അങ്ങനെയൊക്കെയാ വെക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഇത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുക? അതായത് സിൻടെക്സ് ടാങ്കിന്റെ അതിന്റെ ഇത് നോക്കണം, എത്ര വോളിയം കൊള്ളുന്നതാണ്. നമുക്കിപ്പോൾ ഒരു 1000 ലിറ്റർ കൊള്ളുന്ന ഒരു ടാങ്കിലേക്കാണെങ്കിൽ നമുക്ക് 5 കിലോയുടെ ഒരു പാക്കറ്റ് നമ്മൾ പൊട്ടിക്കുകയൊന്നും പാടില്ല. ഒരു വേണമെങ്കിൽ അടിയിൽ ഒരു ബക്കറ്റ് കൂടി വെച്ചിട്ട് അത് കെട്ടി ഇറക്കി അങ്ങോട്ട് വെച്ചത്. എന്ന് വെച്ചാൽ പൊട്ടിപ്പോയി അതിൻ്റെ ടാപ്പുകളിലേക്ക് വന്ന് ബ്ലോക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്. ഇട്ട് കൊടുത്താൽ മാത്രമേ, അതായത് ഫുൾ ടൈം വെള്ളത്തിൽ തന്നെ കിടക്കണം, അത് ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ 5 കിലോയാണ് ശുപാർശ ചെയ്യുന്നത്. 5 കിലോ. അതോടൊപ്പം ചോദിച്ചോളൂ. സ്വിമ്മിംഗ് പൂളിൽ ഇപ്പൊ എങ്ങനെയാ ഇത് ഉപയോഗിക്കുക? സ്വിമ്മിംഗ് പൂളുകൾക്കും നമ്മളിപ്പോൾ ഏകദേശം ഒരു കാൽക്കുലേഷൻ, നമുക്ക് ഒരു 25,000 ലിറ്ററൊക്കെ ആയിരിക്കും സാധാരണ, നല്ലോണം അതിൻ്റെ വോളിയം അനുസരിച്ച്. എന്നാൽ തന്നെ അത് എത്രയാണ്, ഇപ്പം സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ നമുക്ക് 10 കിലോ വെച്ച് 4 മൂലയിലും പാക്കറ്റായിട്ട് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫിഷ്, മീൻ വളർത്തുന്നവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സേഫാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, 7 തന്നെ നിലനിർത്തുന്നു. അതാണ് ഏറ്റവും, നമുക്ക് മറ്റേ കുമായൊക്കെ കയറിപ്പോ, ഇത് 7 തന്നെ നിലനിർത്തുന്നു എന്ന് മാത്രമല്ല, എപ്പോഴാണോ 7 കുറയുന്ന അപ്പോഴാണ് ആ വെള്ളവുമായിട്ട് പ്രയോഗിക്കുന്നത്, അല്ലെങ്കിൽ അത് അതേപടി അങ്ങനെ കിടക്കും. ചോദിച്ചോ മാം, ഈ ഇടുക്കി ഭാഗത്തേക്കൊക്കെ കുഴൽ കിണറുകളാണല്ലോ കൂടുതൽ. അപ്പൊ അവർക്ക് ആ വെള്ളത്തിനുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ, നല്ല കട്ടി വന്നിട്ട്. അപ്പൊ ഈ കുഴൽ കിണറിലേക്ക് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് സിൻടെക്സിലേക്ക് യൂസ് ചെയ്യാനോ ഇതായിരിക്കും എളുപ്പം? കുഴൽ കിണറിലേക്ക് നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? സ്റ്റാർട്ടിംഗ് ടൈമിൽ വിടാൻ പറ്റില്ല അല്ലേ? സ്റ്റാർട്ടിംഗ് കുഴിച്ചെടുക്കുന്ന സമയത്തും അല്ല, ചിലവര് മോട്ടർ വെക്കാതെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ മാം. ഇല്ല, അതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഇല്ല കുഴൽ കിണറിലേക്ക് നമുക്ക് ഓപ്പൺ വെല്ലിനകത്ത് ഉപയോഗിക്കാം. പിന്നെ കുഴൽ കിണറുകളിൽ നിന്ന് നമ്മൾ അടിച്ചു കയറ്റുന്ന ഏതെങ്കിലും ടാങ്ക് ഉണ്ടാവുമല്ലോ, അവിടെ ഉപയോഗിക്കാം, അതിൽ ഉപയോഗിക്കാം. അതിന്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരും അല്ലെ? ഏതാ ആ ഒരു കൺസിസ്റ്റൻസിയിൽ? കാരണം കുഴൽ കിണറിലെ ചില ഭാഗങ്ങളിലെ വെള്ളത്തിന് ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അതാ ഞാനിപ്പോ ഞാൻ പറഞ്ഞല്ലോ, അതായത് ഹാർഡ് വാട്ടർ, അതിന്റെ ഈ സാർ ഇപ്പൊ ചോദിച്ച പോലെ ഹാർഡ് വാട്ടർ പോലെ, അതായത് അതിനകത്തെ TDS, അതായത് ടോട്ടൽ ഡിസോൾവിങ്, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസ്, അതിലെ എത്രത്തോളം ഇതിനകത്ത് അതായത് അസിഡിക് ആയിട്ടുള്ള ഒരു വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന അതിനെയെല്ലാം ബേസ് ആവുന്ന അല്ലെങ്കിൽ ന്യൂട്രൽ ആവുന്ന ഒരവസ്ഥയിൽ അടിയും. മനസ്സിലായോ ഞാൻ പറയുന്ന? മനസ്സിലാവുന്നുണ്ടോ? മാം, നമ്മള് ഒരു കിണറിലേക്ക് നമ്മളിപ്പോ ഒരു 10 kg ആണ് പറയുന്നത്. 10 kg എത്ര നാള് അതിന്റെ ഡ്യൂറേഷൻ എത്ര ഉണ്ടാവും? അതെല്ലാം ഡിപ്പെൻഡ് അപ്പോൺ അതിന്റെ ഇമ്പ്യൂരിറ്റി, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ ഡിസോൾവ് എപ്പോഴാണോ അത് pH ബാലൻസ്, അതായത് ഇപ്പം 3.5 അവിടുത്തെ ഇതെന്ന് ഓർത്തോ. മാത്രവുമല്ല ആ വെള്ളം ഒരുപാടുണ്ടെന്നൊന്നും ഓർത്തോ. അങ്ങനെയുള്ള കേസസിൽ കുറച്ച് നാൾ, എന്നാലിപ്പം നമ്മുടെ വെള്ളം 5.5 കുറച്ച് വെള്ളമേ ഉള്ളൂ, അത് കൂടുതൽ സമയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതായത് അത് ഡിപ്പെൻഡ് അപ്പോൺ ദ ക്വാണ്ടിറ്റി, അതോടൊപ്പം തന്നെ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, ആ വെള്ളത്തിൻ്റെ ക്വാളിറ്റിയും അനുസരിച്ചിരിക്കും അതിന്റെ ആ ഒരു. കിണറിലേക്ക് അപ്രോക്സ് എത്ര നാൾ ഉണ്ടാവും എങ്ങനെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും? ഓൾമോസ്റ്റ് 1 year പറയാം. 1 year. ചോദിക്കാനുള്ളവരൊക്കെ ചോദിച്ചോ കേട്ടോ. ശരിക്കും എന്നോട് പ്രൈവറ്റ് ആയിട്ട് ഒരു ദിവസം എത്രയോ പേര് ചോദിക്കുന്നു. ഇപ്പൊ അവരൊക്കെയാണോ ഇതിനകത്ത് വന്നിരിക്കുന്നത്? അവരൊക്കെ ഒന്ന് ഇതിനകത്ത് ചോദിച്ചാൽ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കി ഇപ്പൊ 35 പേരുണ്ടെങ്കിൽ 35 പേർക്കും അതൊരു റിസൾട്ട് കിട്ടും. അതാണ് അതിലെ വ്യത്യാസം. ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ ഒരാൾ ചോദിക്കുമ്പോ അത് അയാൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ.
ആരോ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മാഡം. ചോദിച്ചു. നമസ്കാരം മാഡം. ചോദിച്ചോളൂ, ആരോ ഒരാൾ ചോദിക്കാൻ വന്നിട്ടുണ്ട്, ചോദിച്ചോളൂ. നമ്മളെ മഴവെള്ള സംഭരണി അതിലൊക്കെ എത്രമാത്രം പ്രാക്ടിക്കലാണ്? നമ്മളിപ്പോ ടെറസിന്റെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോഴേ നമ്മൾ അറിയാതെ അതിൽ ചവിട്ട് കയ്യിലൊക്കെ ആകുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരുമല്ലോ, അതിനൊക്കെ എത്രമാത്രം പ്രാക്ടിക്കലാണ്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ശ്രദ്ധിച്ചോ എന്തോ, മഴവെള്ളത്തിന്റെ pH എന്ന് പറഞ്ഞാൽ 5.5 ആണ്. ഓക്കെ, അപ്പൊ ഈ 5.5 എന്നുള്ള ആ ഒരു pH-ൽ നിന്ന് നമുക്ക് അതിന്റെ ആ ടാങ്കിലെ മഴവെള്ള സംഭരണിയുള്ള ടാങ്കിലേക്ക് നമുക്ക് ഈ pH ബൂസ്റ്റർ ഉപയോഗിക്കാം, അക്വ pH ബൂസ്റ്റർ ഉപയോഗിക്കാം. അപ്പൊ ആ വെള്ളം നാച്ചുറലായി നമുക്കറിയാം അത് 7 ആകുകയും നമ്മൾ ആ വെള്ളം ഉപയോഗിച്ച് കൃഷിയിലേക്ക് ഉപയോഗിച്ച, ശരിക്കും പറഞ്ഞാൽ ഒരു നരച്ചൊക്കെ ഇരിക്കുന്ന, നരച്ച ഐ മീൻ എന്താ പറയുക, മഞ്ഞ നിറത്തിലൊക്കെ ഇരിക്കുമല്ലോ, അതൊക്കെ അങ്ങനെയുള്ള ഒരു ചെടിയിലേക്ക് നമ്മൾ അക്വ pH ബൂസ്റ്റർ ഉപയോഗിച്ച് വെള്ളം കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അത് പച്ച നിറത്തിലേക്ക്, കാരണം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യത്തിൻ്റെ കണ്ടന്റ്. അതുപോലെ തന്നെ നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നനയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അക്വ pH ബൂസ്റ്റർ ഉപയോഗിച്ച് വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുവിധം മണ്ണിൻ്റെ pH-നെ ഒരു പരിധിവരെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മൾ ഈ മഴവെള്ള റീചാർജ് ചെയ്ത കിണറുകളിലെ വെള്ളം ചിലവര് വേനൽക്കാലത്താണ് പിന്നീട് ഉപയോഗിക്കുക. അപ്പോൾ ആ വേനൽക്കാലത്ത് നമ്മൾ ഈ pH ബൂസ്റ്റർ ഇട്ടാൽ മതിയാവോ? അല്ല, നമ്മൾ ഈ വെള്ളം എത്രത്തോളം വെള്ളത്തിൽ ഈ നമ്മളുടെ പ്രോഡക്റ്റ് കിടക്കുന്നു അത്രത്തോളം ഗുണമാണ്. കാരണം സ്ലോ റിലീസിങ്, അതായത് നമ്മൾ ഇത് കുമ്മായം പോലെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞു കുമ്മായം പോലെയല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോഴാണ് അത് പയ്യെ റിലീസായി വരുന്നത്. അതങ്ങനെ കടന്നുകൊണ്ട് ഇതിപ്പോൾ അടഞ്ഞവിടെ കിടക്കില്ല, അതവിടെ കടന്നുകൊണ്ട് നല്ല ഗുണം തന്നെയാണ്, ഒട്ടും അത് നശിച്ചു പോകില്ല. അത് അതിനകത്ത് കണ്ടാമിനേറ്റ് ചീത്ത ബാക്ടീരിയകളൊന്നും വളരാതിരിക്കാനുള്ള സാഹചര്യമുണ്ട്. മാഡത്തിന്റെ വിലയേറിയ അഭിപ്രായങ്ങൾക്ക് വളരെ നന്ദി. താങ്ക് യു. മാഡം, ഒരു കാര്യം ചോദിച്ചോട്ടെ, കിണറ്റിലാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ എത്ര ആഴത്തിലാണ് അത് താഴ്ത്തിയിടേണ്ടത്? കിണറ്റിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു 10 കിലോയാണ് നമ്മൾ ശുപാർശ ചെയ്യുന്നത്. അതിനകത്ത് നിന്ന് നമ്മളൊരു ഒരു ഇതായിട്ടാണല്ലോ വാങ്ങുന്നത്, ഒരു ബാഗായിട്ടാണ്. ആ ബാഗ് പൊട്ടിച്ചിട്ട് ഒരു ഓൾമോസ്റ്റ് ഒരു 5 kg അതിനകത്തേക്ക് ഒന്നുകിൽ ഒരു ബക്കറ്റിൽ ഇട്ടിട്ട് 5 kg ഇളക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ അരികിലൊന്നും വീഴാത്ത രീതിയിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ 5 kg, ബാക്കി 5 kg നമ്മളൊരു നല്ല കയറിൽ കിഴി പോലെ തന്നെ കെട്ടി വെള്ളത്തിൻ്റെ അടിയിൽ, എന്നുവെച്ചാൽ മണ്ണിൽ മുട്ടണ്ട, ഐ മീൻ ഏറ്റവും അടിയിൽ മുട്ടണ്ട, ഇച്ചിരി പൊങ്ങത്തക്ക രീതിയിൽ, എന്നാൽ വെള്ളത്തിൽ തന്നെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ കെട്ടി തൂക്കിയിട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? അടിയിൽ തന്നെയായിരിക്കുമല്ലോ നമ്മുടെ മോട്ടറിന്റെ ഇത് നിൽക്കുന്നത്, അതിന് മേലെ നിൽക്കണോ അതോ അതിലും താഴെ? അതായത് മോട്ടറിന്റെ നമുക്ക് ഫുഡ് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡില്, അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഇട്ടാൽ മതി. ഫുഡ് വാൽവിന്റെ മുകളിലായിട്ട്, ഫുഡ് വാൽവിന്റെ തൊട്ട് ഇങ്ങനെ മുട്ടിച്ചൊന്നും കൊണ്ടേ വെക്കണ്ട, അത് നമുക്ക് സക്കിങ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അതിന്റെ കുറച്ചൊന്ന് മാറ്റി, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടുമ്പോൾ എപ്പോഴും ഇതിന്റെ ചേർന്നായിരിക്കും, എന്താ പറയുക, കിണറിൻ്റെ ആ അരഞ്ഞാണെന്നൊക്കെ ഞങ്ങളിവിടെ പറയുന്നത്, എന്താണോ എന്തോ പറയുന്നത്, അതിനോട് ഇങ്ങനെ ചേർന്നായിരിക്കും നമ്മളിപ്പോൾ ഇടുമ്പോൾ കിടക്കുന്നത്. അത് ആ ചേർന്ന് തന്നെ കിടന്നോട്ടെ, പക്ഷേ വെള്ളത്തിൽ മുങ്ങി കിടക്കണം, നിലത്ത് മുട്ടണ്ട. നിലത്ത് മുട്ടി അതിൻ്റെ മുകളിൽ അഴുക്കൊന്നും വന്ന് മൂടാൻ പാടില്ല. മാത്രവുമല്ല, നമ്മളിത് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കിണർ തേകി വൃത്തിയാക്കിയ ശേഷം ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോ ഇനി എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ എന്നെ തന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹലോ, എന്നെ മ്യൂട്ട് ചെയ്തു. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടോ അജി സാറേ? സംശയം ഒന്നും? ഹലോ സാറേ, പറഞ്ഞ ചെറിയ ആഴം കുറഞ്ഞ കണക്കിലൊക്കെ എത്ര അക്വാ പിക്ചർ ഇടണം? ഞാനിത് പറഞ്ഞപ്പോ ശ്രദ്ധിച്ചോ എന്തോ, നമ്മൾ ഈ അക്വാ pH ഇപ്പൊ ഇച്ചിരി കൂടിയാലോ ഒന്നും ഒരു പ്രശ്നമുള്ളതല്ല. കാരണം ഇത് എത്ര ഇന്നാല് ഇപ്പം നമ്മളിപ്പം 10 കിലോ ഇട്ടു, 10 കിലോ ഇട്ടെങ്കിൽ അത്
കുറച്ച് വെള്ളമാണെങ്കിൽ കൂടുതൽ നാൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കത് ആ pH ബാലൻസ് ആയിട്ടിരിക്കും. എന്നാൽ അതിനകത്ത് ഇച്ചിരി ഇട്ടെങ്കിൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് തീരും. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോന്നറിയില്ല. അതായത് എപ്പോഴാണോ വെള്ളത്തിന്റെ pH കുറയുന്നത് അപ്പോൾ മാത്രമേ ഈ പ്രോഡക്റ്റുമായിട്ട് റിയാക്ഷൻ നടക്കുള്ളൂ. അല്ലെങ്കിൽ അത് അങ്ങനെ കിടക്കും. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ശരിക്കും ഹലോ മാം, ചില ഈ വെള്ളമൊക്കെ വെയിലടിക്കുമ്പോൾ പച്ച കളർ ആവുന്നുണ്ട്. അതായത് അത് പച്ച കളറാകുന്നത് ഒരു പ്രത്യേകതരം പായലാണ്. അതിന്റെ പായലുകളുടെ സ്പോറുകൾ അവിടെ വരികയും അതിനൊരു പണി ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു കറുത്ത ടർപ്പോളിൻ എന്ന് പറഞ്ഞാൽ അറിയാവോ? ടർപ്പോളിൻ അറിയാവോ? പടുത എന്നൊക്കെ പറയുന്ന സാധനം അറിയാവോ? വീട് മാറ്റൊക്കെ ഇല്ലേ കറുത്ത കളറിലെ വീട് മാറ്റ് എന്ന് വെച്ചാൽ അറിയാവോ? ടർപ്പോളിൻ എന്ന് വെച്ചാൽ അറിയില്ലേ? ഇവിടെയൊക്കെ പടുതാന്നാ പറയുന്നത്. പടുതാന്നറിയാവോ? ഓക്കെ ഞാൻ വിചാരിച്ച അതൊന്നും അറിയില്ല. അപ്പൊ പടുത, ഒരു കറുത്ത പടുത എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കിണർ അങ്ങോട്ട് മൂടണം. ഒരു 10-15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അത് മൂടി തന്നെ ഇട്ടേക്കുക. അത് കഴിഞ്ഞെടുക്കുമ്പോൾ ഇതെല്ലാം പൊക്കോളും. പിന്നെ നല്ല ആ പച്ച ഇത് വരുകയില്ല. കാരണം ഈ സൺലൈറ്റ് വീഴാൻ പാടില്ല. സൺലൈറ്റ് കുറഞ്ഞാൽ അത് അവിടെ വളരില്ല. അതുപോലെ ഇതിൻ്റെ ചില കിണറുകളിൽ ഭയങ്കരമായിട്ടും ഈ പല ചെടികളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കും. പക്ഷെ പലപ്പോഴും അത് നമുക്ക് അതിൻ്റെ അകത്തോട്ടൊക്കെ ക്ലീൻ ആക്കാനൊക്കെ വിഷമം ഉണ്ടാവും. അങ്ങനത്തെ കേസുകൾക്കും ഇതിങ്ങനെ ചെയ്യുമ്പോൾ അത് ഉണങ്ങിപ്പോകും. മേഡം, അതുപോലെ ഈ ഹെവി മെറ്റൽസ് അധികരിച്ച് അടിഞ്ഞുകൂടിയ വെള്ളത്തില് സ്മെല്ല് അതുപോലെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞല്ലോ. നമ്മള് സാധാരണഗതിയില് മുകളിലൊക്കെ പാട പോലെ കട്ടി പാടയൊക്കെ നിൽക്കും. അതില് ഈ ഒരു ക്ലീനിങ് പ്രോസസ്സിന് നമ്മള് ക്ലോറിൻ ആണോ അത് നമ്മള് കാൽസ്യം ഓക്സൈഡ് ഇട്ടിട്ടാണോ ക്ലീൻ ചെയ്യേണ്ടത്? എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്? വേറൊരു കാര്യം ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തില്ലെന്നേ ഉള്ളൂ. അതായത് നമ്മളിപ്പം ഈ കോളിഫോം അല്ലെങ്കിൽ സിഷിജില്ല, നോറോ എന്നൊക്കെ പറഞ്ഞ് പല പല നമുക്ക് ഉപദ്രവകാരികളായ വൈറസുകൾ, ബാക്ടീരിയകളൊക്കെ ഉണ്ട്. പക്ഷെ അവയെ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒത്തിരി പേര് അങ്ങനത്തെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. അവരുടെ റിസൾട്ട് കാണിച്ചിട്ട് ആദ്യമേ ഈക്കോളി എടുത്തിട്ടുണ്ട്, ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും ചാവൂല കേട്ടോ. നമ്മളുടെ ഈ സാധനം കൊടുത്താൽ ചത്തുപോകുമൊന്നുമില്ല. കാരണം അത് അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ക്ലോറിനോ അല്ലെ ബ്ലീച്ചിങ് പൗഡറോ അല്ലെങ്കിൽ എന്തേലും കൊടുത്ത് അതിനെ നശിപ്പിക്കണം. അതിനുശേഷം നമ്മുടെ ഹോമിയോ കൊടുത്ത് നമ്മുടെ pH ബൂസ്റ്റർ കൊടുത്ത് അതിന്റെ pHനെ ബാലൻസ് ചെയ്യാം. ഓക്കെ താങ്ക് യു. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ആർക്കും അങ്ങനെ പ്രത്യേകമായ സംശയങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടോ? അടുത്ത മീറ്റിംഗിലൊക്കെ ക്ലാരിഫൈ ചെയ്യാം. സംശയങ്ങളെല്ലാം എഴുതിക്കൊണ്ട് വന്നാൽ മതി. ആക്ച്വലി ഇന്ന് അക്വാ pH തന്നെ എടുക്കണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് കേരളത്തില് ഇത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ അത് ചെയർമാൻ എന്നോട് സംസാരിച്ച സമയത്ത് പറഞ്ഞത് നമ്മൾ അക്വാ pH വേണ്ട രീതിക്ക് അത് ഉപയോഗിക്കുന്നില്ല എന്നൊരു കാരണം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ LC മേഡം മീറ്റിംഗ് വന്ന സമയത്ത് നമുക്ക് അടുത്ത പ്രാവശ്യം ഇത് ചെയ്യാന്ന് പറഞ്ഞത്. കേരളത്തിൽ നല്ലോണം വിൽക്കാൻ പറ്റിയ ഒരു എല്ലാ വീട്ടിലും വെള്ളമുണ്ട്. വെള്ളം ഇല്ലാത്ത എല്ലാവരും വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കൃഷി നോക്കണ്ട, ഒന്നും നോക്കണ്ട, എല്ലാ വീട്ടിലേക്കും കൊടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് അക്വാ pH ബൂസ്റ്റർ. അതാണ് ഏറ്റവും ചാൻസ് ഉള്ള ഒന്ന് തന്നെയാണ് അക്വാ pH ബൂസ്റ്റർ. അപ്പൊ ഹോമിയോയിൽ കൂടുതൽ വിൽക്കാൻ പറ്റും. ഹോമിയോ എന്ന് പറയുമ്പോ നമുക്ക് കൃഷിയുള്ളവർക്ക് ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി വെള്ളം ഉള്ളവരും ഇത് ഉപയോഗിക്കണം. അതായത് മുനിസിപ്പാലിറ്റി വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഇതുപോലെ ക്ലോറിനേഷനോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറോ വെച്ചിട്ട് അതിനകത്തുള്ള ഉപദ്രവകാരികളായതും ഉപകാരപ്രദമായുള്ള എല്ലാത്തിനെയും കൊന്ന് അതിനകത്ത് തന്നെ ഇടുന്ന ഒരു രീതിയാണ്. നമ്മളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അതല്ല. അതിനെ കൊല്ലാം.
അതിനെ അവിടെ വളരാൻ അനുവദിക്കാതിരിക്കുക. അങ്ങനെയുള്ള വെള്ളത്തിലും pH ചിലപ്പോൾ 3. ശരിക്കും പറഞ്ഞാൽ ആരോ എന്നോട് ചോദിച്ചായിരുന്നല്ലോ മറ്റേ ബോർവെല്ലിൻ്റെ കാര്യം. ബോർവെല്ലിൽ നിന്ന് വരുന്ന വെള്ളം എപ്പോഴും 3.5, 4 അതൊക്കെയാണ് അതിൻ്റെ pH. അപ്പോൾ ആ വെള്ളത്തിലൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ടാങ്കുകളിലേക്ക് അക്വാ pH ബൂസ്റ്റർ ഉപയോഗിച്ചാൽ ആ വെള്ളം ന്യൂട്രലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ മാഡം വെള്ളം ഇളക്കി എടുക്കുന്നതൊക്കെ വെള്ളത്തിന്റെ ഘർഷണം അല്ലെങ്കിൽ ഗുരുത്വാകർഷണമായിട്ട് ബന്ധപ്പെട്ട് വെള്ളം കനം കമ്മിയാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞൊക്കെ സൂര്യപ്രകാശം കൊള്ളിക്കണം എന്നൊക്കെ, അത് pH ലെവൽ കൂടാനും വെള്ളം തെളിഞ്ഞു നിൽക്കാനും അത് എത്രമാത്രം പ്രായോഗികമാണ്? അതായത് നമ്മളിപ്പം ഈ ഒരു ഒഴുകുന്ന വെള്ളം ഉണ്ടെന്ന് ഓർത്തോ, ഒഴുകുന്ന വെള്ളത്തിനകത്ത് pH കറക്റ്റ് ആയിരിക്കും ഏകദേശം. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എയറേഷനും നടക്കുന്നുണ്ട്, സൂര്യപ്രകാശവും വരുന്നുണ്ട്. അതുകൊണ്ട് അതും pHും ബാലൻസ് ചെയ്ത് വരുന്നുണ്ട്. നമ്മളിപ്പോൾ അരുവിയിലെ ദൂരെ നിന്നൊക്കെ ഇങ്ങനെ ഒഴുകി അത് ഈ ഗുരുത്വാകർഷണം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിൽ വരുന്നതാണ്. പക്ഷേ നമ്മളുടെ വെള്ളം, നമ്മുടെ കിണറ്റിലെ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? നമ്മളിപ്പോൾ ഇത് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണേലും ബക്കറ്റിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ മുകളിലേക്കും താഴോട്ടും കുറേ സമയം ഇട്ട് ഇളക്കി വീഴുന്നത് കൂടുതൽ ഗുണം ചെയ്യും.